അതെ, ഇന്ന് ഞാനൊരു പിറന്നാളിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വിശേഷം പറയുന്നതിന് മുന്നേ ഞാനൊരു സത്യം പറയാം. പിറന്നാൾ കഴിഞ്ഞിട്ട് 2 മാസമായി. ഡിസംബറിലായിരുന്നു പിറന്നാൾ. ഇപ്പോൾ ജനുവരി കഴിഞ്ഞ് ഇപ്പോൾ ഫെബ്രുവരി ആയി. അപ്പോൾ എൻ്റെ ഒരു മടി കാരണവും പിന്നെ സമയമില്ലാത്തത് കാരണവും എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കേണ്ടി വന്ന്. അപ്പോൾ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേക്ക് ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഏത് കേക്കാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ കേക്ക് മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ചോക്ലേറ്റ് സ്ക്വയറിൽ റെക്ടാങ്കിൾ ഷേപ്പിലൊക്കെ വെട്ടിയെടുത്ത് വിലങ്ങനെയും കുത്തനെയും വെച്ച്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് മോളുടെ റിയാക്ഷൻ ആണ് കാണാൻ പോകുന്നത്. ഷേപ്പ് ശരിയായില്ലല്ലോ, കുറച്ച് വളഞ്ഞും മുളകൊക്കെ പോയില്ലേ. മറ്റേ മുകളിൽ മറ്റേ സ്ക്വയർ ഒക്കെ ഉണ്ടായിരുന്നു. വേണ്ട ഇപ്പഴാ പിന്നെ എപ്പോഴാ ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഓളം ഓക്കെയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഹാപ്പിയായി. എങ്ങനെയെങ്കിലും ആയല്ലോ എന്ന് വിചാരിച്ച്. ഓളം ഓക്കെ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഹാപ്പി ആയത്. പക്ഷേ എനിക്ക് തീരെ സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു. ആ സ്ക്വയർ വെച്ചതൊന്നും ശരിയായില്ല. ഒക്കെ വളഞ്ഞു തിരിഞ്ഞായിട്ടുണ്ട്. നേരെ ലെവലിൽ ഷേപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. എന്താ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഈ മൈൻക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ ക്രാഫ്റ്റ് ചെയ്യണം അങ്ങനത്തെ സംഭവം എന്തായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എനിക്കറിയില്ല. പിന്നെയാണ് പറഞ്ഞത് അതൊരു ഗെയിമാണ് എന്നുള്ളത്. പക്ഷേ മക്കളങ്ങനെ ഗെയിം അങ്ങനെ മൈൻക്രാഫ്റ്റ് കളിക്കുന്നു ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അറിയുമല്ലോ ഇതെന്താ എങ്ങനെയാന്നുള്ളത്. പിന്നെ ഒരു പിക്ചർ കാണിച്ചു തന്ന്. സംഭവം അതിൻ്റെ അടുത്തെത്തിയിട്ടൊന്നും ഇല്ലെങ്കിലും 1 കിലോമീറ്റർ ദൂരെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ എനിക്ക് തോന്നി. പിന്നെ കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ മക്കൾ പറയുന്ന ഡിസൈനിൽ കേക്ക് ഉണ്ടാക്കാനും അവർക്ക് അത് കട്ട് ചെയ്യാനും പറ്റി. പിന്നെ ബേക്കറിയിലൊക്കെ കൊടുത്തുണ്ടാക്കുമ്പോൾ നല്ല വിലയും കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ എല്ലാ വർഷത്തെയും പിറന്നാൾ പോലെ തന്നെ മക്കളെ ഫ്രണ്ട്സുകളൊക്കെ വിളിച്ച് കേക്ക് കട്ട് ചെയ്ത്. ഫ്രണ്ട്സുകൾ ഇത് മാത്രമല്ല, ഇനി കുറച്ച് പേരൂടെ വരാനുണ്ട്. പക്ഷെ അന്നത്തെ ആ ദിവസം അവർക്ക് വരാൻ പറ്റിയില്ല. പിന്നെ കേക്ക് കട്ടിങ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാര്യപരിപാടി സമ്മാനദാനാണ്. സമ്മാനം അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ ആ ബോക്സ് പൊളിക്കേണ്ട തിരക്കാണ്. അപ്പോൾ കിട്ടിയ സമ്മാനമായിട്ട് ഇതാ ബോക്സ് പൊളിക്കാനുള്ള പോക്കാണ് കാണുന്നത്. പിന്നെ സമ്മാനം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബോക്സ്, അതിനകത്ത് പെൻസിൽ, ഇറേസർ, ഷാർപ്പനർ, ക്രയോൺസ്, ഹെയർ ബാൻഡ്, നെയിൽ പോളിഷ്, കമ്മൽ, പിന്നെ ചായയൊക്കെ കുടിക്കാൻ പറ്റിയ ബർത്ത്ഡേ കപ്പും കിട്ടിയിട്ടുണ്ട്. പിന്നെ സമ്മാനങ്ങളൊക്കെ കണ്ടതിന് ശേഷം മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്ത്. അന്നത്തെ ദിവസം കസിൻ്റെ ഹൗസ് വാമിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്ത് മക്കളെ പറഞ്ഞു വെച്ചതിന് ശേഷം ഞങ്ങൾ ഹൗസ് വാമിങ്ങുള്ള വീട്ടിലേക്കാണ് അന്ന് പോയത്. അന്നല്ല ഹൗസ് വാമിങ്, പിറ്റേ ദിവസമാണ്. പക്ഷേ അന്നേ പോയി അവിടെ തമ്പടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവിടെയും കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കേക്ക് വേറെയും വാങ്ങി വീട്ടിൽ നിന്ന് കട്ട് ചെയ്ത കേക്ക് പകുതി അതും എടുത്ത് അവിടെ നിന്നും ഒരു കേക്ക് കട്ടിങ് കഴിഞ്ഞു. വിചാരിക്കാണ്ടാണെങ്കിലും എല്ലാവരും മുമ്പിലും വെച്ച് കേക്ക് കട്ട് ചെയ്യാൻ പറ്റിയ സന്തോഷത്തിലാണ് ഓള്. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ആ കേക്ക് അവിടെയുള്ള എല്ലാവർക്കും കൊടുത്തു തീർത്ത്. പിന്നെ ലിനീഷേട്ടൻ്റെ കട്ടിങ് അല്ലേ, ബാക്കി കേക്ക് മുഴുവൻ കട്ട് ചെയ്ത് കൊടുത്തത് ലിനീഷേട്ടനാണ്. അപ്പോൾ അതുകൊണ്ട് ആ കേക്ക് എല്ലാവരുടെ കയ്യിലേക്കും എത്തി. അപ്പോൾ ഇത്രയൊക്കെയാണ് പിറന്നാളിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.